അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ്, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. ഹായ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി റൈസ് തയ്യാറാക്കിയാലോ? കപ്പലണ്ടി സാദം അല്ലെങ്കിൽ പീനട്ട് റൈസാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ സ്കൂളിലേക്ക് കൊടുത്തേക്കാം. പിന്നെ ഇതിന്റെ ഒരു മസാല പൗഡറും അതുപോലെ റൈസ് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഞ്ചൊക്കെ റെഡി ആക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഞാൻ ലെമൺ റൈസ്, അതുപോലെ ടൊമാറ്റോ റൈസ്, അതുപോലുള്ള വെറൈറ്റി റൈസുകളുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പീനട്ട് റൈസ് തയ്യാറാക്കി നോക്കുക. അപ്പൊ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കണേന്ന് നോക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പൊ തയ്യാറാക്കിയാലോ? അപ്പൊ നമുക്ക് കപ്പലണ്ടി സാദം അല്ലെങ്കിൽ പീനട്ട് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്, അതായത് സെസമി ഓയിൽ. ഇനിയിപ്പോ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ് കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു മസാല പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചനാദാൽ അല്ലെങ്കിൽ കടലപ്പരിപ്പ് 1 ടീസ്പൂൺ അളവിൽ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതുള്ളൂ. അതായത് ക്യൂമിൻ സീഡ്സ് അല്ലെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ അളവിൽ എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറുത്ത എള്ള് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്ത എള്ളാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോരുത്, പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ കാശ്മീരി വറ്റൽമുളകാണ്, അല്ലെങ്കിൽ സാധാരണ വറ്റൽമുളകാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ലീവ്സ് മതി. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചിരുകിയതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പീനട്ട് റൈസ് തയ്യാറാക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. ഞാനിപ്പോൾ പച്ചക്കപ്പലണ്ടിയാണ് ചേർത്തത്, അത് കാരണം അതൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളൂല്ലോ. അതുപോലെ നാളികേരം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. ഇപ്പം ഇത് കണ്ടോ, നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കരിയണ രീതിയിൽ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ കണ്ടോ, നമ്മുടെ മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ മസാല പൗഡർ തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പീനട്ട് റൈസ് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെയിം കടായി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. പീനട്ട് റൈസ് അല്ലേ, അപ്പൊ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക്, ഇതിപ്പോൾ സാധാരണ ഉണക്കമുളക് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് പച്ചക്കപ്പലണ്ടിയാണ്, പക്ഷേ എണ്ണയിലേക്കല്ല നമ്മൾ ചേർത്തത്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വന്നോളൂ. ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. ഇപ്പൊ കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, കരിഞ്ഞു പോരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് കുക്ക് ചെയ്ത അളവ് ഞാൻ പറയാം. ഞാനിപ്പോൾ മെഷർ ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. 2 കപ്പ് ബസ്മതി റൈസ്. കുക്ക് ചെയ്തതിന് ശേഷമുള്ള അളവാണ് 2 കപ്പ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ, അതായത് സോനാ മസൂരി റൈസ് അല്ലെങ്കിൽ
ജീര റൈസ്, അതുപോലെ ഏത് ടൈപ്പ് റൈസ് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു റൈസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, പക്ഷേ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് പൊട്ടിപ്പോവാത്തൊരു രീതിയിൽ ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പീനട്ട് റൈസ് അല്ലെങ്കിൽ കപ്പലണ്ടി സാദം എന്നൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാം, അതിനൊക്കെ പറ്റിയ, അതായത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് ഐറ്റം തന്നെയാണ്. ഇപ്പോൾ റൈസ് നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അധികം സമയമൊന്നും എടുക്കില്ലല്ലോ, ജസ്റ്റ് ഒരു മിക്സിങ്ങിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് സമയം ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ റൈസും മസാലയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ്, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ റൈത്ത അതുപോലുള്ള കോമ്പിനേഷൻസ് ഒക്കെ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ, അതായത് അച്ചാറ്. അപ്പോൾ കറിയൊന്നും വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പീനട്ട് റൈസ് അല്ലെങ്കിൽ കപ്പലണ്ടി സാധനം തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.